തൃപ്പൂണിത്തറ വടക്കേക്കോട്ടയിലെ 41-ാം വാർഡിലാണ്. ഇവിടെ വൻ ഭൂരിപക്ഷത്തോടെ നമ്മുടെ സ്ഥാനാർത്ഥി അരുൺ ചേട്ടൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുകയാണ്. ചേട്ടാ എന്താണ് പറയുന്നത്? അല്ല, ഇത് ഒരു BJP വാർഡാണ് ആക്ച്വലി. പക്ഷെ നമ്മുടെ കാൻഡിഡേറ്റ്, എൻ്റെ ഓപ്പോസിഷനുള്ള കാൻഡിഡേറ്റ് നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. ഹരിയാസ് എന്നാണ്. ഞങ്ങൾ അമ്പല കമ്മിറ്റിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അദ്ദേഹത്തിന് വോട്ട് കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതായത് CPM എന്നൊരു രാഷ്ട്രീയ സംഘടന അവർക്ക് അവരുടെ പാർട്ടി ചിഹ്നത്തിലോ അല്ലെങ്കിൽ അവരുടെ നേതാവ് ആരാണെന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് അവരുടെ ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാണ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ BJP ആണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ ചിഹ്നം താമരയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വോട്ട് ചോദിച്ചത്. എൻ്റെ നേതാവ് രാജീവ് ചന്ദ്രശേഖറും മോദിജി പോലുള്ള ആളുകളാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞാണ് ഞാനിവിടെ വോട്ട് മേടിച്ചത്. പക്ഷെ അവർക്ക് അത് ആ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു നേതാവിനെ കുറിച്ച് അവർക്ക് പറയുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ സ്വതന്ത്രമാണെന്ന് പറഞ്ഞാണ് അവരോട് വോട്ട് മേടിച്ചത്. അതിൻ്റെ പ്രത്യാഘാതമൊക്കെയാണ് ഈ നമ്മുടെ ഇത്രയും വലിയ വൻ ഭൂരിപക്ഷം. നമ്മൾ ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. വൻ ഭൂരിപക്ഷം എന്ന് പറഞ്ഞത് നമ്മൾ പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് എതിരായിട്ട് നിന്ന് ചില ആളുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. താങ്ക് യു. എൻ്റെ ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് ഷീന ഹരീഷ്. ഞാൻ 30 വെള്ളക്കിനാക്കൽ വാർഡിലാണ് മത്സരിച്ച് ജയിച്ചേക്കുന്നത്. വിജയം തീർച്ചയായും BJP വാർഡ് തന്നെയാണ്. വിജയം 100% ഉറപ്പിച്ചിരുന്നു. ഇത്തവണ ഒരുപാട് അക്കൗണ്ട് BJP തുറന്നു. അതിനെ പറ്റിയിട്ട് അത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊന്നും നമ്മുടെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതിനുവേണ്ടി വിജയം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മ കുറെ നാളായിട്ട് പരിശ്രമിച്ചിരുന്നത്. ചേച്ചി, എൻ്റെ പേര് രജനി ചന്ദ്രൻ. ഞാൻ 3ാമത്തെ തവണയാണ് സെയിം വാർഡിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുന്നത്. ഇപ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി സർക്കാരിൻ്റെ കേന്ദ്ര പദ്ധതികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരിലൊരാളായി പ്രവർത്തിക്കുക. അതാണ് എൻ്റെ നേട്ടം ഉണ്ടായത്. പിന്നെ ചോദിച്ച പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം ചോദിച്ചിരുന്നു. അത് ജനങ്ങൾ എന്തായാലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മാറ്റത്തിൻ്റെ പ്രതീക്ഷയുടെ ഒരു അലേടി എന്ന പോലെയാണ് ഇവിടെയും നമുക്ക് 21 സീറ്റ് വാങ്ങി നമുക്ക് ജയിക്കാൻ സാധിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യെത്തും ദൂരത്താണ് ഭരണം നിൽക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്.